മൂട്ടിൽ വന്നുകാണ്ട് റെസ്റ്റോറന്റ് ഏതാ ഹോട്ടൽ ഏതായാലും ഫുഡ് എങ്ങനെയാണോ പറയാൻ പറ്റൂല. ഫുഡ് കണ്ടപ്പോ ഇറങ്ങി ഓടുണ്ട്. ഡ്രൈവറും വളരെ ക്ഷീണത്തിലാണ്. ബാക്കി കാഴ്ചകൾ ഫുഡ് കഴിക്കട്ടെ. ഇതാണ് ഹോട്ടല് എത്തിയിട്ടുള്ളത്. മസാല ഉണ്ട്, പൊറാട്ട ഉണ്ട്, നെയ്റോസ്റ്റ് ഉണ്ട്. ഇപ്പൊ രാവിലെ ഓർഡർ ചെയ്ത എന്താടാ? നെയ്റോസ്റ്റ്. പിന്നെ എന്താ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ? അല്ല ചായ, പാലും വെള്ളം മാത്രം കുടിക്കുന്ന ചെക്കൻ. ഏത് ഇത് എന്ത് ചായ? രതീഷിന്റെ ആളാണ്. രതീഷു ആണെന്ന് പറഞ്ഞല്ലോ. ഇതണ്ടാ അടുത്ത ബിസിനസ് എന്ത് തുടങ്ങാ എന്നുള്ള പ്ലാനിങ് ഉണ്ടാ. ഏലക്കായി. അങ്ങനെ അബിന്റെ മസാല ദോശ എത്തിയിട്ടുണ്ട്. ചിക്കൻ അബിയ ചേഞ്ച് ചെയ്യണമെന്നുണ്ടാ? ഇതായിരിക്കാ? ഓ, രാവിലാണ് ഡയറ്റ് ഫോളോ ചെയ്യണേ. ഇത്രയും വലിയ ദോശയൊക്കെ ഇവിടെ നിന്നുമ്പോ ഇപ്പൊ എന്താ ഇങ്ങനെ രതീഷ് പിടിക്കണേ? നമ്മളൊരു കാര്യം തുടങ്ങാൻ പോവാണ്. അപ്പൊ തന്നെ നമ്മൾ അതിനനുസരിച്ച് പൈസ ലേറ്റ് ആയിട്ട് കുഞ്ഞിപ്പ ഓർഡർ ചെയ്തില്ലേ? കോട്ടക്കന്ന് കുഞ്ഞിപ്പ ഓർഡർ ചെയ്തു ലേറ്റ് ചായ. 2 ചായയും 2-4 കടീസും വന്നിട്ടും ഇവന്റെ ലേറ്റ് ചായ വന്നിട്ടില്ല. ഇതിപ്പോ എന്താ കാട്ടുകുട്ടിയോനാ? അല്ല, ഇതിന്റെ ഉള്ളില് കുറച്ച് മസാല ഉണ്ടാവില്ല. ചേടാ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചേ. അങ്ങനല്ല, ഉള്ളിൽ കൂടി നോക്കി കിട്ടിയില്ല. ഇങ്ങനെ ഓട്ടാക്കിയാ പോലും. മസാല ദോശ പറഞ്ഞാടാ മസാല ഒക്കെ ഉണ്ട്. നമ്മളുണ്ടാ ഞാൻ നെയ്റോസ്റ്റ് പറഞ്ഞപ്പോ എന്താന്നും കൂടെ ചോദിക്കാതെ മസാല ഉണ്ടാവില്ല. നെയ്യ് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലേ? നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് മാത്രമേ സംഭവം. നെയ്റോസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മസാല അങ്ങനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞാലേ. അതായത് നെയ്റോസ്റ്റ് ആണെങ്കിലും രാവിലെ എന്തെങ്കിലും ഓർഡർ ചെയ്യണം? പൊറോട്ട. ഇവരൊക്കെ കണ്ടില്ല, വെയിറ്റ് ചെയ്ത് നിക്കാണ് അടുത്ത്. അല്ലെങ്കിലും അങ്ങനെ തന്നെയാവും. ആദ്യം മസാല ദോശ, പിന്നെ പൊറോട്ട. അപ്പോൾ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എങ്ങനെയുണ്ടെന്ന്? ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാല്, മസാല ദോശ പിന്നെ നെയ്റോസ്റ്റ് ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കഴിഞ്ഞപ്പോ പക്ഷെ ഇതിന്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ 4 പൊറോട്ടയും കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്തു. അതിന് ക്ഷീണം മാറ്റാൻ ഇതാക്കണേ വെള്ളക്കുപ്പി. വെള്ളക്കുപ്പി. ഓക്കെ, അപ്പൊ ഇനിയുള്ള നേർക്കാഴ്ചകൾ നമുക്ക് നേരെ പോവാം.